മനോഹരമായ സ്ഥലമാണ് കേട്ടോ. ഫോർട്ട് കൊച്ചിയൊക്കെ ഒരുപാട് മാറിപ്പോയി. വൈകുന്നേരം ആകുമ്പോഴാണ് ഇവിടെ കുറച്ചുകൂടി വൈബാവുക. പ്രത്യേകിച്ച് അവധി ദിവസങ്ങളാണെങ്കിൽ ആ വൈബ് നമ്മൾ നേരിട്ട് തന്നെ അനുഭവിക്കണം. നിങ്ങൾ ഫോർട്ട് കൊച്ചി ഒരിക്കലെങ്കിലും സന്ദർശിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇത് കാണുന്ന പ്രേക്ഷകരുടെ നിങ്ങൾ വരണം. ആ ഭാഗത്ത് നോക്കിയാൽ നല്ല ചീനവലയുണ്ട്, ഇവിടെ നോക്കിയാൽ നല്ല തണലുള്ള മരങ്ങളൊക്കെ ഉണ്ട്. ഇതുവഴി നിങ്ങൾക്ക് നടക്കാം. രാവിലെ ഏകദേശം ഒഴിഞ്ഞ മട്ടാണ്. നമ്മൾക്കിവിടെ നിന്ന് മനുവിനെ കിട്ടി. മനു ഒരു പാട്ടുകാരനാണ്. മനു, എവിടെ വീട്? ചോറ്റാനിക്കരയിലാണ് വീട് അല്ലേ? എത്ര കാലമായിട്ട് പാട്ട് മേഖലയിലുണ്ട്? ഒരു 10-18 വർഷത്തോളം. 10-18 വർഷമായി. ഈ താടി വെട്ടിയിട്ട് എത്ര കാലമായി കാണും? ഒരു മാസമായിട്ടുള്ളൂ. ഇലക്ഷൻ ചൂടൊക്കെ എങ്ങനെ പോകുന്നു? ഇലക്ഷൻ ചൂട് നല്ല രീതിയിൽ പോകുന്നു അല്ലെ? 3 പേരും നല്ല ശക്തരായിട്ടുണ്ട് ഇപ്പം അല്ലേ? ശക്തരായിട്ടുണ്ട്. ആർക്കെ സാധ്യത എന്ന് പറയാൻ പറ്റുമോ? സാധ്യത ഈ വർഷം ഒട്ടും പറയാൻ പറ്റത്തില്ല അല്ലേ? അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ചോറ്റാനിക്കരയിൽ നിന്ന് വന്ന മനു നമുക്ക് വേണ്ടിയിട്ടൊരു പാട്ട് പാടും. അപ്പോൾ എന്നാ പിന്നെ ആ പാട്ടിലേക്ക് നമ്മൾ നേരിട്ട് കടന്നാലോ? പൊതുവെ ഏത് തരം പാട്ടുകളാണ് മനുവിന് ഏറ്റവും കൂടുതൽ ആരാധകരെ ഉണ്ടാക്കുന്നത്? നമ്മൾ സ്റ്റേജിൽ കണ്ണാടി വെച്ചോണ്ട് പഠിക്കൂ. കണ്ണാടി വെച്ചൊരു രസമായിരിക്കും. മെലഡി പാടാനാണ് ഞാൻ. മെലഡി പാടുമ്പോൾ കണ്ണാടി വെച്ച് ചിലപ്പോൾ ബോറാവും. എന്താ പിന്നെ മെലഡി കണ്ണാടി ഇല്ലാതെ കണ്ണി നോക്കി പാടണമെന്ന്. അപ്പോൾ കണ്ണി നോക്കി മനു പാട്ട് പാടും. മെലഡി ഏത് പാട്ടാണ്? അനുരാഗിണി. ഓക്കെ. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. താങ്ക് യു. ഇത് പാടുമ്പോ മനസ്സിലൊരാളെ ഓർമ്മിക്കുമല്ലോ. അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? എന്റെ പേര് തന്നെ. അത് ചുമ്മാ തള്ളുന്നല്ലേ? ഭാര്യയുടെ പേരെന്താ? അമ്പിളി. മക്കളുണ്ട്. 2 മക്കളുണ്ട്. മോള് എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. അവള് പ്രണയവിവാഹമായിരുന്നോ? അതെ. ആണല്ലേ? അപ്പൊ ഈ പാട്ട് കേട്ടാൽ ആരെ വീട് പോകാത്തത് അല്ലേ? അപ്പോ താങ്ക് യു മനു. അപ്പൊ നല്ല പാട്ടാണ് മനു പാടിയത്. അപ്പൊ രാഷ്ട്രീയത്തെ കുറിച്ച് ആര് ജയിക്കും നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത വിധത്തിൽ ശക്തമാണ് മത്സരം അല്ലേ? ആണോ? ഉറപ്പായിട്ടും. ഓക്കെ. ഈ കണ്ണാടി ഒന്ന് വെച്ച് എങ്ങനെ ഉണ്ടോ നോക്കട്ടെ. അപ്പൊ കണ്ണാടി വെച്ചൊരു ലുക്കായിരിക്കും കേട്ടോ. പൊളിയാണ് മച്ചാ, ഇത് പൊളി. ഇത് വെച്ചാൽ ഒരു പാട്ട് പാടാൻ തോന്നിയാലും ഫാസ്റ്റ് നമ്പർ ഏതായിരിക്കും കൂടുതൽ പാടുന്നത്? പ്രൊഫഷണൽ പാടാൻ പോകുന്നുണ്ടല്ലോ. ഫാസ്റ്റ് നമ്പർ ഏതാ പാടുന്നത്? അങ്ങനെ ഒരുപാട് പാട്ടുകൾ പാടുന്നുണ്ട്. അന്തിക്കടപ്പുറത്തൊരോലക്കൂട എടുത്ത് 4 കൂട്ടി മുറുക്കി നടക്കണതാരാണ്? നല്ല പരുന്തല്ല തിരകളല്ല ചെമ്മാനം വാഴണ തൊരയരയൻ അങ്ങേക്കടവിൽ പള്ളിയുറങ്ങാൻ മൂപ്പര് പോണതാണേ. തൊണ്ട അടഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ മനുവിൻ്റെ പാട്ട് നമ്മൾ കേട്ടു. ചോറ്റാനിക്കരയിൽ നിന്നുള്ള മനുവിൻ്റെ പാട്ടാണ് നമ്മൾ കേട്ടത്. അപ്പോൾ പാട്ടും വിശേഷങ്ങളും ഒക്കെ നമ്മുടെ യാത്ര മുന്നോട്ട് പോകുന്നു. മധു പറയുന്നു അരുൺ സാറിൻ്റെയും രാവിലത്തെയും വൈകിട്ടുമുള്ള പ്രോഗ്രാം കാണുന്നത് കൊണ്ട് നമ്മുടെ ഒരു പണിയും നടക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. മധു, പണിയൊക്കെ നടക്കണം കേട്ടോ, ഇല്ലെങ്കിൽ നമ്മൾ പട്ടിണിയായി പോകും. നമ്മളൊരു പണിയായിട്ട് ഇറങ്ങിയിരിക്കുന്നതാണല്ലോ. അപ്പോൾ അത് മധുവിനൊരു പണിയാവരുത്.